ലീനിയർ കോൺഗ്രുവൻസസ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കോൺഗ്രുവൻസ് ഈ ഫോമിലുള്ള കോൺഗ്രുവൻസ് ആണ്. ഇങ്ങനെ 14 ഈസ് കോൺഗ്രുവൻ ടു 1 mod 13. ഓക്കെ, ഈ കോൺഗ്രുവൻസ് അല്ലേ, ഇതൊരു കോൺഗ്രുവൻസ് ആണ് അല്ലേ. ഇവിടെ എന്താണ് 14 - 1 13 ആണ്, ആൻഡ് 13 ഡിവൈഡ്സ് 14 - 1. ഓക്കെ, സോ ഇതൊരു കോൺഗ്രുവൻസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺഗ്രുവൻസസ് കണ്ടെയ്നിങ് വേരിയബിൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോൺഗ്രുവൻസ് തന്നെയാണ്. സച്ച് ആസ് നോക്കൂ, ഇവിടെ ഈ കോൺഗ്രുവൻസ് നോക്കൂ, 3x ഈസ് കോൺഗ്രുവൻ ടു 4 mod 5. ഇവിടെ എന്താണ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് ഈ കോൺഗ്രുവൻസിൽ. വേറൊരു കോൺഗ്രുവൻസ് x² കോൺഗ്രുവൻ ടു 1 mod 8. ഇവിടെ എന്തുണ്ട്, ഒരു വേരിയബിൾ ഇൻക്ലൂഡഡ് ആണ്. x² + 2 കോൺഗ്രുവൻ ടു 3x mod 5. ഇതൊക്കെ എന്താ, ഈ കോൺഗ്രുവൻസിലൊക്കെ എന്തുണ്ട്, ഒരു വേരിയബിൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ കോൺഗ്രുവൻസിൽ അതിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ വരുന്ന കോൺഗ്രുവൻസ് ആണ് ലീനിയർ കോൺഗ്രുവൻസ്. അതായത് അവിടെ എന്താവും, ഈ എക്സുകളുടെ ഡിഗ്രി 1 വരുന്നത് ലീനിയർ ആയിരിക്കും. അത് അവിടെ എക്സിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. അങ്ങനത്തെ കോൺഗ്രുവൻസ്, ഇങ്ങനെ വേരിയബിൾസ് വരുന്ന കോൺഗ്രുവൻസ്, അതിൽ എക്സിൻ്റെ ഡിഗ്രി 1 ആയിട്ട് വരുന്ന കോൺഗ്രുവൻസിനെയാണ് നമ്മൾ ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ 3x ഈസ് കോൺഗ്രുവൻ ടു 4 mod 5. ഇതെന്താണ്, ഒരു ലീനിയർ കോൺഗ്രുവൻസ് ആണ്. സോ ഒരു ജനറൽ ലീനിയർ കോൺഗ്രുവൻസിന് നമുക്ക് ഇങ്ങനെ എഴുതാം, AX കോൺഗ്രുവൻ ടു B mod M. ഇവിടെ എക്സ് ഉണ്ട്, ഒരു വേരിയബിൾ എക്സ് വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഡിഗ്രി എന്താവും 1 ആവും. ലീനിയർ ആയിരിക്കും അത്. സോ AX ഈസ് കോൺഗ്രുവൻ ടു B mod M. ഇങ്ങനെയാണ് നമ്മളൊരു ജനറൽ ലീനിയർ കോൺഗ്രുവൻസിനെ എഴുതുന്നത്. ഇനി എ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ കോൺഗ്രുവൻസ്, ഒരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം. സോ AX കോൺഗ്രുവൻ ടു B mod M, ഇങ്ങനെയാണ് നമ്മളൊരു ലീനിയർ കോൺഗ്രുവൻസിനെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ x0 എന്ന് പറയുന്നത് ഈ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, AX0 ഈസ് കോൺഗ്രുവൻ ടു B mod M. ഓക്കെ, ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് x0 ഇട്ടാൽ ഈ ലീനിയർ കോൺഗ്രുവൻസ് അതെന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ കണ്ടു 3x കോൺഗ്രുവൻ ടു 4 mod 5 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് 3x = 3 എന്നുള്ളത് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ എക്സിൻ്റെ സ്ഥലത്ത് 3 കൊടുത്തു നോക്കൂ, 3 × 3 9 ആണ്. സോ 9 ഈസ് കോൺഗ്രുവൻ ടു 4 mod 5 ആണല്ലോ അല്ലേ. സോ 9 - 4 എന്താണ് 5, ആൻഡ് 5 ഡിവൈഡ്സ് 5. സോ 3x = 3 എന്ന് പറയുന്നത് 3x കോൺഗ്രുവൻ ടു 4 mod 5ൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ഇത്തരം x0കളെയാണ് നമ്മളൊരു ലീനിയർ കോൺഗ്രുവൻസ് AX കോൺഗ്രുവൻ ടു B mod Mൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Theorem 4.9. The linear congruence AX congruent to B mod M is solvable if and only if D divides B, where D is the GCD of A M, and അടുത്തത് if D divides B then it has D incongruent solutions. ഓക്കെ, ഒരു ലീനിയർ കോൺഗ്രുവൻസ് AX കോൺഗ്രുവൻ ടു B mod M എന്ന് പറയുന്ന ഒരു ലീനിയർ കോൺഗ്രുവൻസ്, അതിൻ്റെ സോൾവബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്. സോ ഇതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഈഫ് ആൻഡ് ഓൺലി ഇഫ് D ഡിവൈഡ്സ് B, D എന്ത് ചെയ്യണം, ഈ Bനെ ഡിവൈഡ് ചെയ്യണം. D എന്താണ്, GCD ഓഫ് A ആൻഡ് M. GCD ഓഫ് A ആൻഡ് M എന്ത് ചെയ്യണം, ഈ Bനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ലീനിയർ കോൺഗ്രുവൻസ് AX കോൺഗ്രുവൻ ടു B mod Mന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഇഫ് D ഡിവൈഡ്സ് B, ഈ Bനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, ഇറ്റ് ഹാസ് D incongruent solution. D incongruent solution എക്സിസ്റ്റ് ചെയ്യും. നോക്കൂ, ദ ലീനിയർ കോൺഗ്രുവൻസ് AX കോൺഗ്രുവൻ ടു B mod M ഈസ് ഇക്വലൻറ്റ് ടു ദ LDE AX - MY = B. അതെങ്ങനെയാണ് പറയുക, ഈ ലീനിയർ കോൺഗ്രുവൻസും ഈ LDEയും ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെ എഴുതാം, അതായത് AX കോൺഗ്രുവൻ ടു B mod M എന്ന് പറഞ്ഞാൽ എന്താണ്, M ഡിവൈഡ്സ് AX - B. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണ്, AX - Bനെ M ഡിവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ AX - B = M × സം ഇൻറ്റീജർ Y എന്ന ഫോമിൽ എഴുതാം. സോ AX - B = MY. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ AX - Y = B. ഇതെന്താണ്, ഇതൊരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷനാണ്. AX - MY = B എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ. സോ AX കോൺഗ്രുവൻ ടു B mod M എന്ന് പറയുന്ന ലീനിയർ കോൺഗ്രുവൻസ് വിൽ ബി ഇക്വലൻറ്റ് ടു ദ LDE AX - MY = B. സോ ഈ ലീനിയർ കോൺഗ്രുവൻസും LDEയും ഇക്വലൻ്റ് ആയതുകൊണ്ട് ഈ ലീനിയർ കോൺഗ്രുവൻസ് ഈസ് സോൾവബിൾ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ദ LDE ഈസ് സോൾവബിൾ. ഇത് സോൾവബിൾ ആവണമെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ഈ LDE എന്താണ്, സോൾവബിൾ. ഇത് സോൾവബിൾ ആവണമെങ്കിൽ ഈ LDE സോൾവബിൾ ആണ്. ആൻഡ് ഈ LDE സോൾവബിൾ ആവണമെങ്കിൽ ഈ ലീനിയർ കോൺഗ്രുവൻസും സോൾവബിൾ ആണ്. സോ നമുക്കിവിടെ കാണിക്കേണ്ടത് ഇതിൻ്റെ സോൾവബിലിറ്റിയാണ് കാണേണ്ടത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി ഒരു LDE എപ്പോഴാണ് സോൾവബിൾ ആവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടെ പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്.
Okay, so Ax congruent to B mod M solvable if and only if the LDE Ax minus My equal to B solvable. ഇനി ഒരു LDE, അപ്പോൾ നമുക്കറിയാം തിയറം 3.19 വെച്ചിട്ട് ഒരു എൽ ഡി ഇ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു എൽ ഡി ഇ ഇറ്റ് ഈസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് സി വേർ ഡി ഈസ് ദ ജി സി ഡി ഓഫ് എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ എൽ ഡി ഇ എന്താണ്? എ എക്സ് മൈനസ് എം വൈ ഈക്വൽ ടു ബി ആണ്. സോ ഈ എൽ ഡി ഇ ഇറ്റ് ഈസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ്, ഇവിടെ സീൻ്റെ സ്ഥലത്ത് ഇവിടെ എന്താണ്? ബി ആണ്. അപ്പോൾ എന്ത് വേണം? ഡി എന്ത് ചെയ്യണം? ഡി ഷുഡ് ഡിവൈഡ്, ഇവിടെ സീൻ്റെ സ്ഥലത്ത് ബി ആയതുകൊണ്ട് ഡി ഷുഡ് ഡിവൈഡ് ബി. ആൻഡ് ഡി എന്താണ്? ഡി ഈസ് ജി സി ഡി ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബീൻ്റെ ജി സി ഡി ആണ്. ഇവിടെ എന്താണ്? എ ആൻഡ് എം. സോ ഡി ഈസ് ദ ജി സി ഡി ഓഫ് എ കൊമ എം. സോ ദിസ് എൽ ഡി ഇ എ എക്സ് മൈനസ് എം വൈ ഈക്വൽ ടു ബി എന്ന് പറയുന്ന എൽ ഡി ഇ ഇറ്റ് ഈസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി ആൻഡ് ജി സി വേർ ഡി എന്താണ്? ഇറ്റ്സ് ദ ജി സി ഡി ഓഫ് എ കൊമ എം. ദസ് അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ലീനിയർ കോൺഗ്രുവൻസ് ഇത് രണ്ടും ഇക്വലൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഈസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി വേർ ഡി ഇസ് ദ ജി സി ഡി ഓഫ് എ ബൈ എം, സോറി എ ആൻഡ് എം. നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഇഫ് ഡി ഡിവൈഡ്സ് ബി, അതായത് ഇത് സോൾവബിൾ ആവുന്ന എപ്പോഴാണ് നമ്മൾ പറഞ്ഞു? ഡി ഡിവൈഡ്സ് ബി ആവുമ്പോഴാണ്. ഇഫ് ഡി ഡിവൈഡ്സ് ബി, ഡി ഡിവൈഡ്സ് ബി ആകുമ്പോൾ ഇത് സോൾവബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ്. ഇറ്റ് ഹാസ് ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ്. അതാണ് അടുത്തത്. ഇനി ഒരു എൽ ഡി ഇൻ്റെ കേസിൽ ഡി ഡിവൈഡ്സ്, ഈ എൽ ഡി ഇ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി ഡിവൈഡ്സ് ബി ആണെങ്കിൽ ഇതെന്താണ്? സോൾവബിൾ ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഈ എൽ ഡി ഇക്ക് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഇനി നമുക്കറിയാം എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഈ എൽ ഡി ഇൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ ഓൾ ദി അതർ സൊല്യൂഷൻ ഓഫ് ദാറ്റ് എൽ ഡി ഇ ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി ആൻഡ് y is equal to y naught plus a by d into t. ഓക്കെ, സോ അതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ആൻഡ് നമ്മളെ തിയറം വെച്ചിട്ട് എന്താണ്? ആ സൊല്യൂഷൻ്റെ ഫോം ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ ബാക്കി എല്ലാ സൊല്യൂഷൻസും വരാം. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന കോൺഗ്രുവൻസ് എന്താണ്? എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. സോ ഇവിടെ സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു ഇത് എന്ത് ഫോമുല? സം എക്സ് നോട്ട് എന്നുള്ള ഫോമുല. സോ ഇവിടെ എക്സിൻ്റെ സൊല്യൂഷൻ, എക്സിൻ്റെ വാല്യൂസ് മാത്രമാണ് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാർട്ട് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ദ കോൺഗ്രുവൻസ്, ഈ കോൺഗ്രുവൻസിന് എ എക്സ് കോൺഗ്രുവൻറ്റ് to B mod M has infinitely many solution and the solutions in the form എന്താണ്? x is equal to x naught plus m by d into t where x naught എന്താണ്? ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനുമാണ്. ഇനി നമുക്കിവിടെ സൊല്യൂഷൻസ് ഉണ്ട് കിട്ടി. അതിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കിട്ടിയത്. പക്ഷെ നമുക്കിവിടെ കാണിക്കേണ്ടത് ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണ്. ഈ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസിൽ ഡി എണ്ണം ആണ് ഇൻകോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്നത്. ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് കാണിക്കേണ്ടത്. ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് പറഞ്ഞാൽ നമ്മളിവിടെ മോഡ് 4 ആണ്, ഒരു എക്സാമ്പിളാണ്. മോഡ് 4 ആണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4 ആണ് അല്ലേ? 1 എന്താണ്? മോഡ് 4ൽ 1 എന്താണ്? 1 തന്നെയാണ്. 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4 ആണ്. ഇനി 5 കൺസിഡർ ചെയ്താലോ? 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്? 1 മോഡ് 4 ആണ്. സോ മോഡ് 4ൽ 5ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, സോ 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 ആണ് മോഡ് 4ൽ. 5 എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 ആണ് മോഡ് 4ൽ. സോ 1ഉം 5ഉം മോഡ് 4ൽ 1ഉം 5ഉം എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 ആണ് ഇവിടെ മോഡ് 4ൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1ഉം 5ഉം മോഡ് 4ൽ കോൺഗ്രുവൻ്റ് ആണ് എന്നാണ് പറയാം. ഇനി 2 എടുത്ത് നോക്കൂ. 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 4 അല്ല, 2 മോഡ് 4ൽ എന്താണ്? 2 തന്നെയാണ്. 6 എടുത്താലോ? 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 4. 6 മോഡ് 4ൽ എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 6 കൺസിഡർ ചെയ്ത് നോക്കൂ. 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 4 ആൻഡ് 1 എന്താണ്? 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 4. സോ 1ഉം 6ഉം എന്താണ്? ഇൻകോൺഗ്രുവൻ്റ് ആണ്. ഓക്കെ, 1ഉം 6ഉം ഇൻകോൺഗ്രുവൻ്റ് ആണ്. പക്ഷേ 1ഉം 5ഉം എന്താണ്? കോൺഗ്രുവൻ്റ് ആണ് മോഡ് 4ൽ. ഓക്കെ, സോ ഇങ്ങനത്തെ സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അത് മോഡ് 4ൽ അതിൻ്റെ വാല്യൂ സെയിം ആയിട്ട് വരരുത്. അങ്ങനെയാണെങ്കിൽ അത് മോഡ് 4ൽ ഇൻകോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയും. പക്ഷെ ഇവിടെ 2ഉം 6ഉം എടുത്ത് നോക്കൂ. 2ഉം 6ഉം മോഡ് 4ൽ എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 2 ആണ്. സോ 2ഉം 6ഉം അവിടെ എന്താണ്? കോൺഗ്രുവൻ്റ് ആണ് അണ്ടർ മോഡ്. അത് രണ്ടും ഇൻകോൺഗ്രുവൻ്റ് അല്ല. ഓക്കെ,
ഇവിടെ ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. ഇൻഫിനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്, അതിൽ ഡി എണ്ണം മാത്രമാണ് ഇൻകോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്നത്, അത് കാണിക്കണം. സോ ഫസ്റ്റ് നമ്മൾ രണ്ട് സൊല്യൂഷൻസ് കൺസിഡർ ചെയ്തു. എക്സിൻ്റെ ഫോം എന്താണ്? സോ രണ്ട് സൊല്യൂഷൻ x1 x2 എടുത്തു. x1 ഈക്വൽ ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു t1 ആൻഡ് x2 ഈക്വൽ ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു t2 ആർ ടു കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ്. ഇത് രണ്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന രണ്ട് സൊല്യൂഷൻസ് ആണ് എന്നെടുത്തു. ഓക്കെ, മോഡ് എമ്മിൽ കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന രണ്ട് സൊല്യൂഷൻസ് ആണ് ഇത് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്തെഴുതാം? x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു t1 ഈസ് കോൺഗ്രുവൻ്റ് ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു t2 മോഡ് എം എന്നെഴുതാം, കാരണം ഇത് രണ്ട് കോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് ആണ്. ഇനി നോക്കൂ, മൈനസ് x0 കോൺഗ്രുവൻ്റ് ടു മൈനസ് x0 മോഡ് എം എന്നെഴുതാം അല്ലേ. എ കോൺഗ്രുവൻ്റ് ടു എ മോഡ് എം ആണ്. സോ അത് വെച്ചിട്ട് മൈനസ് x0 കോൺഗ്രുവൻ്റ് ടു മൈനസ് x0 മോഡ് എം എന്നെഴുതാം. ഇനി ഈ രണ്ട് കോൺഗ്രുവൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു t1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? മൈനസ് x0 വരും. സോ ഈ മൈനസ് x0 മൈനസ് x0 ക്യാൻസൽ ആവും. ഇവിടെയും x0 ക്യാൻസൽ ആവും. ആൻഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: എം ബൈ ഡി ഇൻറ്റു t1 ഈസ് കോൺഗ്രുവൻ്റ് ടു എം ബൈ ഡി ഇൻറ്റു t2 മോഡ് എം എന്നെഴുതാം. ഇനി എം ബൈ ഡി ഡിവൈഡ്സ് എം ആണ്. ഇനി ഈ കോൺഗ്രുവൻറ്റിൽ നോക്കൂ, രണ്ട് സൈഡിലും എം ബൈ ഡി ഉണ്ട്, പക്ഷെ നമുക്ക് എം ബൈ ഡി ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു തിയറം ഉണ്ട്, തിയറം 4.7. തിയറം 4.7 പറയുന്നത് എ സി കോൺഗ്രുവൻ്റ് ടു ബി സി മോഡ് എം and GCD of C and M is D, then we can write A congruent to B mod M by D. ഇവിടെ നമുക്ക് C ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മോഡ് എമ്മിനെ അതിൻ്റെ GCD, സിൻ്റെയും എമ്മിൻ്റെയും GCD ആയ D കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ സി ആയിട്ട് സിൻ്റെ പ്ലേസിൽ എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ C ഈക്വൽ ടു എം ബൈ ഡി ആണ് അല്ല. ഇവിടെ സിൻ്റെ പ്ലേസിൽ ഈ ഒരു ഇക്വേഷനിൽ എന്താണ്? എം ബൈ ഡി ആണ് കിടക്കുന്നത്. ആൻഡ് എം ബൈ ഡി ആൻഡ് എം, ഇവിടെ എം ആണ്. സോ സിൻ്റെയും എമ്മിൻ്റെയും GCD ഡി ആവണം. ഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എം ബൈ ഡി ക്യാൻസൽ ചെയ്യാം. ഈ എമ്മിനെ ഇതിൻ്റെ GCD വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. സോ ഇവിടെ എം ബൈ ഡി, സിൻ്റെ സ്ഥലത്ത് എം ബൈ ഡി ആണ്. ഇനി എം ബൈ ഡിൻ്റെയും എമ്മിൻ്റെയും GCD, എം ബൈ ഡി ആൻഡ് എം, ഇതിൻ്റെ GCD എന്താണ്? ഇതിൻ്റെ GCD വരിക എം ബൈ ഡി ആണ്. ഓക്കെ, സോ ഇതിൻ്റെ GCD എം ബൈ ഡി എന്നാണ് കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ എം ബൈ ഡി ആണ്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു തിയറം വെച്ചിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്തു? സി ക്യാൻസൽ ചെയ്തു. ആൻഡ് ഈ എമ്മിനെ ഇതിൻ്റെ രണ്ടിൻ്റെയും GCD ആയ ഡി വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ നമുക്ക് എം ബൈ ഡി ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഈ എമ്മിനെ എന്ത് ചെയ്യണം? എം ബൈ ഡി വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? t1 കോൺഗ്രുവൻ്റ് ടു t2 ആൻഡ് മോഡ് ഈ എമ്മിനെ നമ്മൾ എം ബൈ ഡി വെച്ച് ഡിവൈഡ് ചെയ്യാം, ഡിവൈഡഡ് ബൈ എം ബൈ ഡി. സോ അതെന്താവും? മുകളിലേക്ക് പോവും, എം ക്യാൻസലായി ഡി വരും. സോ t1 കോൺഗ്രുവൻ്റ് ടു t2 മോഡ് ഡി എന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, t1 കോൺഗ്രുവൻ്റ് ടു t2 മോഡ് ഡി. ഇനി എം ബൈ ഡിൻ്റെയും എമ്മിൻ്റെയും GCD നമ്മൾ എം ബൈ ഡി ആണെന്ന് പറഞ്ഞു അല്ലേ. അതിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. അതങ്ങനെ വരുന്നത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ എം ബൈ ഡിയിൽ എമ്മിനാണ് 12 ആയിട്ട് എടുത്തു, ഡി ആയിട്ട് 4 എടുത്തു വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എം ബൈ ഡി എം, അതിൻ്റെ GCD പറഞ്ഞാൽ 12, ഡി എന്താണ്? 4 ആണ്. 12/4ഉം 12. ഇതിൻ്റെ GCD 12/4 എന്താണ്? 3 ആൻഡ് 12. സോ 3ൻ്റെയും 12ൻ്റെയും GCD എന്താ കിട്ടുക? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എം ബൈ ഡി. എം ബൈ ഡി ഈസ് 12/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 12/4 അല്ലേ, അതായത് എം ബൈ ഡി. സോ എം ബൈ ഡി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ GCD എന്താണ്? എം ബൈ ഡി ആയിരിക്കും. സോ ഈ എം ബൈ ഡി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തിയറം 4.7 വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? t1 കോൺഗ്രുവൻ്റ് ടു t2 മോഡ് ഡി എന്ന് കിട്ടും. ഓക്കെ, thus the solutions x1 and x2 are congruent if and only if t1 congruent to t2 mod d. സോ നമ്മളിവിടെ എടുത്തിരുന്നത് രണ്ട് സൊല്യൂഷൻസ് x1ഉം x2 എടുത്തു. അതെന്താണ്? രണ്ട് കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണ് എന്നെടുത്തിരുന്നത്. സോ ഇത് രണ്ട് കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? t1 കോൺഗ്രുവൻ്റ് ടു t2 മോഡ് ഡി. സോ രണ്ട് സൊല്യൂഷൻസ് എപ്പോഴാണ് കോൺഗ്രുവൻ്റ് ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് t1 ആൻഡ് t2 കോൺഗ്രുവൻ്റ് മോഡ് ഡി. മോഡ് ഡിയിൽ t1ഉം t2ഉം കോൺഗ്രുവൻ്റ് ആണെങ്കിലാണ് ഈ രണ്ട് സൊല്യൂഷൻസ് x1 ഈക്വൽ ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു t1ഉം x2 ഈക്വൽ ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു t2ഉം കോൺഗ്രുവൻ്റ് ആവുക. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് രണ്ട് സൊല്യൂഷൻസ്, രണ്ട് കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ രണ്ട് കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് കോൺഗ്രുവൻ്റ് ആവണമെങ്കിൽ t1ഉം t2 മോഡ് ഡിയിൽ കോൺഗ്രുവൻ്റ് ആവണം. t1 കോൺഗ്രുവൻ്റ് ടു t2 മോഡ് ഡി. അതിൻ്റെ അർത്ഥം എന്താണ്? t1ഉം ഇഫ് ആൻഡ് ഓൺലി ഇഫ് t1 ആൻഡ് t2 ബിലോങ്സ് ടു ദ സെയിം
കോൺഗ്രുവൻറ്റ് ക്ലാസ് മോഡുലോ ഡി. T1 കോൺഗ്രുവൻറ്റ് ടു T2 മോഡ് ഡി ആണെന്ന് പറഞ്ഞാൽ T1ഉം T2 എന്താണ് മോഡ് ഡിൻ്റെ സെയിം കോൺഗ്രുവൻറ്റ് ക്ലാസ്സിലാണ് വരുന്നത്. ഓക്കെ, അതായത് രണ്ട് സൊല്യൂഷൻസ് കോൺഗ്രുവൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? T1ഉം T2ഉം മോഡ് ഡിൻ്റെ സെയിം കോൺഗ്രുവൻറ്റ് ക്ലാസ്സിൽ വരണം. ഓക്കെ, അതായത് ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ T1ഉം T2ഉം സെയിം കോൺഗ്രുവൻറ്റ് ക്ലാസ് ഓഫ് ഡിയിൽ വരണം. ആൻഡ് അപ്പോൾ ഇൻകോൺഗ്രുവൻ്റ് ആവണമെങ്കിലോ they are incongruent if and only if they belong to distinct congruent classes. So incongruent solutions കിട്ടണമെങ്കിൽ ഈ T1ഉം T2 എന്താവണം? മോഡ് ഡിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻസ് ക്ലാസ്സസിൽ വരണം. ഓക്കെ, കോൺഗ്രുവൻസ് ക്ലാസ് നമ്മൾ പഠിച്ചു. അപ്പോൾ T1 രണ്ട് സൊല്യൂഷൻസ് X1ഉം X2ഉം അത് നമ്മൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് കിട്ടിയപ്പോൾ നമുക്ക് T1 കോൺഗ്രുവൻറ്റ് ടു T2 കിട്ടി. എവിടെ? മോഡ് ഡിയിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? T1ഉം T2ഉം മോഡ് ഡിൻ്റെ സെയിം കോൺഗ്രുവൻറ്റ് ക്ലാസ്സിലാണ് വരുന്നത്. ബിലോങ്സ് ടു ദ സെയിം കോൺഗ്രുവൻറ്റ് ക്ലാസ് ഓഫ് മോഡ് ഡി. ഈ രണ്ട് സൊല്യൂഷൻസ് കോൺഗ്രുവൻ്റ് ആകുമ്പോൾ. സോ രണ്ട് സൊല്യൂഷൻസ് ഇൻകോൺഗ്രുവൻ്റ് ആവണമെങ്കിൽ എന്ത് വരണം? T1ഉം T2ഉം മോഡ് ഡിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻസ്, അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോൺഗ്രുവൻസ് ക്ലാസ്സസിൽ വരണം. നമുക്കറിയാം മോഡ് എം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, മോഡ് എം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എത്ര കോൺഗ്രുവൻസ് ക്ലാസ്സസ് മോഡുലോ ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ എം എത്ര എണ്ണം എക്സിസ്റ്റ് ചെയ്യും? ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ എം എത്ര എണ്ണം എക്സിസ്റ്റ് ചെയ്യും? നമ്മൾ പറഞ്ഞു കോൺഗ്രുവൻറ്റ് ക്ലാസ്സസിൻ്റെ 0, 1, 2 എക്സെട്ര M-1 കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് ആണ് എക്സിസ്റ്റ് ചെയ്യുക എമ്മിൽ. മോഡ് എം ആകുമ്പോൾ 0, 1, 2, 3 എക്സെട്ര M-1 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോൺഗ്രുവൻസ് ക്ലാസ്സസ് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ എന്താണ്? മോഡ് ഡിയിലാണ്. സോ ദർ ആർ എക്സാക്ട്ലി ഡി ഇൻകോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ ഡി. സോ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എത്ര കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് ഉണ്ടാവും? മോഡ് ഡിയിലാവുമ്പോൾ ഡി ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് എക്സിസ്റ്റ് ചെയ്യും. അത് ഏതൊക്കെയാണ്? 0, 1, 2 എക്സെട്ര D-1. ഇങ്ങനെ ഡി ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് എക്സിസ്റ്റ് ചെയ്യും. ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ്, അതായത് ദർ ആർ എക്സാക്ട്ലി ഡി ഇൻകോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ ഡി. Therefore the linear congruence when solvable has exactly d incongruent solutions given by x is equal to x0 plus m by d into t where 0 less than or equal to t less than d. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് സൊല്യൂഷൻസ് X1ഉം X2ഉം കോൺഗ്രുവൻ്റ് ആണ് എന്നെടുത്തപ്പോൾ T1 കോൺഗ്രുവൻറ്റ് ടു T2 മോഡ് ഡി ആണെന്ന് കിട്ടി. അതായത് മോഡ് ഡി, അതായത് T1ഉം T2 മോഡ് ഡിൻ്റെ സെയിം കോൺഗ്രുവൻറ്റ് ക്ലാസ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോഴാണ് രണ്ട് സൊല്യൂഷൻസ് കോൺഗ്രുവൻ്റ് ആവുന്നത്. ഇനി രണ്ട് സൊല്യൂഷൻസ് അപ്പോൾ ഇൻകോൺഗ്രുവൻ്റ് ആവണമെങ്കിലോ ഈ T1ഉം T2ഉം ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസിൽ എക്സിസ്റ്റ് ചെയ്യണം. സോ അവിടെ ആകെ എത്ര ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് ആണ് മോഡ് ഡി ഉള്ളത്? അതായത് മോഡ് ഡി ഉള്ളത് ഡി ഇൻകോൺഗ്രുവൻറ്റ്, ഡി ഡിസ്റ്റിങ്ക്റ്റ് കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ്, അതായത് ഡി ഇൻകോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് മോഡുലോ ഡി ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്ര ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻസ് വരാം? ഡി സൊല്യൂഷൻസ്. ഡി ആണ് ആകെ ഡി തന്നെ ഉള്ളൂ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതെല്ലാം ഇതിൽ തന്നെയും ഈ ഡി ക്ലാസ്സുകളിൽ തന്നെയും വീണ്ടും വരാം. സോ ആകെ ഡി തന്നെ ഉള്ളൂ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ആകെ എത്ര ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻസേ ഉണ്ടാവാൻ പറ്റുള്ളൂ? ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസേ അവിടെ വരാൻ കഴിയുള്ളൂ. സോ ഇത് സോൾവബിൾ ആണെങ്കിൽ അതിന് ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഫോം എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി ആവും, വെർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഡി. ഒരു നോട്ട്, എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി വെർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഡി ഇസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ കോൺഗ്രുവൻസ്. ഒരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ AX കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറയുന്ന ഒരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി വെർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഡി. ഓക്കെ, നെക്സ്റ്റ് ഒരു കൊറോളറി ആണ്. കൊറോളറി 4.6. ദ ലീനിയർ കോൺഗ്രുവൻസ് AX കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് AM ഈക്വൽ ടു 1. ഒരു ലീനിയർ കോൺഗ്രുവൻസിന് എപ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടു ഒരു ലീനിയർ കോൺഗ്രുവൻസ് AX കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എമ്മിന് സോൾവബിൾ ആവുന്നത് എപ്പോഴാണ്? ഡി ഡിവൈഡ്സ് ബി ആവുമ്പോഴാണ്. ആൻഡ് ഡി ഈസ് ദ GCD ഓഫ് A ആൻഡ് M. ഓക്കെ, അപ്പോൾ യുണീക്ക് ആൻഡ് അങ്ങനെയാണെങ്കിൽ അതിന് സോൾവബിൾ ആണെങ്കിൽ
അതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു? ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. വേർ ഡി എന്താണ്? ജി സി ഡി ഓഫ് എ എം. സോ ജി സി ഡി ഓഫ് എ എം എന്താണോ കിട്ടുന്നത് അത്രയും ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് അതിന് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ജി സി ഡി ഓഫ് എ എം എന്താണ്? 1 ആണ് അല്ലേ? സോ ദിസ് ഹാസ് 1 incongruent solutions. 1 incongruent solution എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി 1 സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. സോ ഇതിന് ഒരു ലീനിയർ കോൺഗ്രൻസിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ജി സി ഡി ഓഫ് എ എം എന്താവണം? ഈക്വൽ ടു 1 ആവണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ഇഫ് ദ കോൺഗ്രൻസ് 8x കോൺഗ്രൻറ്റ് ടു 10 mod 6 ഈസ് സോൾവബിൾ. ഈ ഒരു കോൺഗ്രൻസ് സോൾവബിൾ ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇനി ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ്. ഇത് സോൾവബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എത്ര ഉണ്ടെന്ന് കാണാം. സോ ഇതെന്താണ്? ഒരു എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, ആ ഫോമിലുള്ള ഒരു ലീനിയർ കോൺഗ്രുവൻസ് ആണ്. ഇത് എപ്പോഴാണ് സോൾവബിൾ ആവുക? സോൾവബിൾ ഇഫ് ഡി ഡിവൈഡ്സ് ബി, വെർ ഡി ഇസ് ദ ജി സി ഡി ഓഫ് എ ആൻഡ് എം. സോ ഇവിടെ എ എന്താണ്? ഈ ഒരു ഇക്വേഷനിൽ ലീനിയർ കോൺഗ്രുവൻസിൽ എ എന്താണ്? 8 ആണ്. ആൻഡ് എം എന്താണ്? എം ഈസ് 6. സോ ജി സി ഡി ഓഫ് എ എം അതായത് 8 6, അതിൻ്റെ ജി സി ഡി എന്താണ്? 2 ആണ്. ആൻഡ് ജി സി ഡി ഓഫ് എ എം ഡി എന്ത് ചെയ്യണം? ബിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ ബി എന്താണ്? 10 ആണ്. സോ 2 ഡിവൈഡ്സ് 10. 10നെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ 2 ഡിവൈഡ്സ് 10 ആണ്. സോ ദിസ് ലീനിയർ കോൺഗ്രുവൻസ് 8x കോൺഗ്രുവൻറ്റ് ടു 10 mod 6 എന്ത് ചെയ്യുന്നത്? സോൾവബിൾ ആണ്. ആൻഡ് ഹൗ മെനി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ഡസ് ഇറ്റ് ഹാവ്? ഓക്കെ, ഇറ്റ് വിൽ ഹാവ് ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് അല്ലേ? സോ ഇവിടെ ഡി എന്താ കിട്ടിയത്? 2 ആണ്. So it will have 2 incongruent solutions modulo 6. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് ദ കോൺഗ്രൻസ് 12x കോൺഗ്രൻറ്റ് ടു 48 mod 18. സോ ഈ ലീനിയർ കോൺഗ്രൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് സോൾവബിൾ ആണോ നോക്കണം. സോൾവബിൾ ആണോ നോക്കുന്നപ്പോഴാണ് നമ്മൾ ജി സി ഡി ഓഫ് എ എം കാണുക. അതെന്ത് ചെയ്യണം? ബീനെ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ എ എന്താണ്? 12 ആണ്. എം എന്താണ്? 18. സോ ജി സി ഡി ഓഫ് 12,18 is 6 and 6 divides ബി എന്താണ്? ഇവിടെ 48. 6 divides 48. സോ ദ കോൺഗ്രൻസ് എന്താണ്? സോൾവബിൾ ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഡി ഇൻകോൺഗ്രൻറ്റ് സൊല്യൂഷൻ. ഇവിടെ ഡി എന്താണ്? 6 ആണ്. സോ ഇറ്റ് ഹാസ് 6 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ 6. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് കാണണം. ഓക്കെ, 6 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. നമുക്കറിയാം ഒരു എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറയുന്ന ഒരു ലീനിയർ കോൺഗ്രൻസിൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി ആണ്. ഓക്കെ, അങ്ങനെ തന്നിട്ടുണ്ട് ആണെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടു അല്ലേ. ആൻഡ് ടി എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഡി. ഇവിടെ ഡി എന്താണ്? ഇവിടെ ഡി 6 ആണ്. സോ ടി ലെസ് ദാൻ 6. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരിക. ഇനി എക്സ്, ഇവിടെ എക്സ് നോട്ട് എന്താണ്? എക്സ് നോട്ട് ഈസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദിസ് ലീനിയർ കോൺഗ്രൻസ്. ഈ കോൺഗ്രൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനുമാണ് എക്സ് നോട്ട്. സോ അതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ ഈ ഫോമില ഉണ്ടാവുക. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി. ആൻഡ് ടി വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 6 നമ്മൾ ലാസ്റ്റ് തിയറത്തിൽ കണ്ടു. ആൻഡ് ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈ ലീനിയർ കോൺഗ്രൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനുമായിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കൂ. ഇവിടെ എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി. എം എന്താണ്? m is 18 and d is 6 ആണ്. സോ 18 by 6 into t, that is equal to x naught plus 3t, where x naught is a particular solution. x naught ഒരു particular solution ആണ് എന്ന് നമ്മൾ പറഞ്ഞു. 0 less than or equal to t less than 6 ആണ്. ഇനി അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടി. എക്സ് നോട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് 3t. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ്റെ ഫോം. അപ്പോൾ ഇനി ഈ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആൻഡ് ടി എവിടെ നിന്നാണ് വേരി ചെയ്യുന്നതെന്നും കിട്ടിയില്ല. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 6. സോ ടിക്ക് നമ്മൾ 0 1 2 3 എക്സെട്ര 5 വരെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് 6 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസും കിട്ടും. പക്ഷേ അതിന് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എക്സ് നോട്ട് എന്താണെന്ന് നമ്മൾ കാണണം. സോ അതിന് വേണ്ടിയിട്ട് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. സോ ഫസ്റ്റ് നമ്മൾ 0 1 2 3 അങ്ങനെ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ഏതാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനെ നമ്മൾ എക്സ് നോട്ടായിട്ട് എടുക്കാം. സോ 0 കൊടുക്കുമ്പോൾ 12 into 0 വരും. ആൻഡ് -48. സോ -48 ആണ് വരിക. ആൻഡ് 18 ഡസ് നോട്ട് ഡിവൈഡ്സ് 48 അല്ലേ? 18 48നെ ഡിവൈഡ് ചെയ്യുന്നില്ല. സോ 0 ഒരു സൊല്യൂഷൻ അല്ല. ഇനി 1 കൊടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക? 12 ആണ് വരിക അല്ലേ? സോ 12 minus 48 is 12
36 കിട്ടും, -36 ആണ്. ആൻഡ് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ബൈ 18. അതിന് നമുക്ക് 18 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് കിട്ടും. ദാറ്റ് ഈസ് എക്സ് നോട്ട് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് നമ്മൾ എന്തെടുക്കും, 1നെ ചൂസ് ചെയ്യും. ഓക്കെ, എക്സ് നോട്ട് എന്താണെന്ന് കിട്ടി, ദാറ്റ് ഈസ് എക്സ് നോട്ട് ഇസ് 1. സോ നമ്മളെ സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ്റെ ഫോം 1 + 3t എന്നുള്ള ഫോമിലാവും. ആൻഡ് ടി വേരീസ് ഫ്രം 0 < t < 6. സോ ഇനി എന്ത് ചെയ്യുക, ബാക്കിയുള്ള 6 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് കിട്ടാൻ എന്ത് ചെയ്യുക, ഇവിടെ ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. 0, 1, 2, 3, 4, 5 അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള 6 സൊല്യൂഷൻസ് കിട്ടും. അത് 1, 4, 7, 10, 13 ആൻഡ് 16 ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, യൂസിങ് ലീനിയർ കോൺഗ്രുവൻസ് സോൾവ് മഹാവീരാസ് പസിൽ. അപ്പോൾ ലീനിയർ കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ട മഹാവീരാസ് പസിൽ സോൾവ് ചെയ്യാനാണ്. നമ്മൾ മഹാവീരാസ് പസിൽ എങ്ങനെയാണ് സോൾവ് ചെയ്തിരുന്നത്, ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി വെച്ചിട്ടാണ്. സോ അവിടെ നമ്മളൊരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ഫോം ചെയ്തിരുന്നു അല്ലേ. അതെന്തായിരുന്നു, 63x - 23y = -7. ഇതായിരുന്നു നമ്മൾ അവിടെ ഫോം ചെയ്ത ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ. സോ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് നമുക്ക് 2 ലീനിയർ കോൺഗ്രുവൻസ് ഫോം ചെയ്യും. 63x ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 mod 23 എന്നെഴുതാം. അതായത് നമ്മളിവിടെ 63 x - 23y = -7. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 63x + 7 = 23y അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്, 23y = 63x + 7. 23 × y ആണ്, y ഒരു ഇൻറ്റിജർ ആണ്. സോ ഈ 23 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. ദാറ്റ് ഈസ് 23 / 63x + 7 എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്, 63x ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 mod 23. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്, 63x ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 mod 23. സോ അടുത്തത് 23, ഇതിനെ വേറൊരു രീതിയിൽ റീഅറേഞ്ച് ചെയ്താൽ 23y -7 = 63x എന്ന് എഴുതാം. അതായത് 63 എന്താണ്, 23y - 7നെ ഡിവൈഡ് ചെയ്യും. സോ 23y ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്തെഴുതാം, 7 mod 63 എന്നെഴുതാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് 2 ലീനിയർ കോൺഗ്രുവൻസ് ഫോം ചെയ്യാൻ പറ്റും. ഇതിലേതെങ്കിലും ഒന്നെടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. നമ്മളിവിടെ ഫസ്റ്റ് ലീനിയർ കോൺഗ്രുവൻസ് ആയ 63x കോൺഗ്രുവൻറ്റ് ടു -7 mod 23 കൺസിഡർ ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്യുക. ഇവിടെ 63 അല്ല, ഇപ്പോൾ 63നെ നമുക്ക് ചെറുതാക്കാം. mod 23 63നെ mod 23 ചെയ്ത് നോക്കാം. ഇത് 63നെ 23 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ റിമൈൻഡർ കിട്ടുക 17 ആണ്. സോ നമുക്ക് 63നെ റീപ്ലേസ് ചെയ്യാം 17 വെച്ചിട്ട്. കാരണം 63ൻ്റെ വാല്യൂ ഇൻ mod 23 എന്താണ്, അതിൻ്റെ അവിടെ 63നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആവും. ആൻഡ് ദാറ്റ് ഈസ് 17. സോ 17x കോൺഗ്രുവൻറ്റ് ടു -7 mod 23 എന്നെഴുതാം. ഇനി 17 വീണ്ടും 17നെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. എങ്ങനെ, 17 - 23. 17 - 23 ഈസ് -6. സോ -6x ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 mod 23 എന്നെഴുതാം. മൈനസ് രണ്ട് സൈഡിലും വരുന്നതുകൊണ്ട് നമുക്ക് അതിനെ 6x കോൺഗ്രുവൻറ്റ് ടു 7 mod 23 എന്ന രീതിയിൽ മാറ്റി എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇതെന്താണ്, ഒരു ലീനിയർ കോൺഗ്രുവൻസ് ആണ്. നമ്മൾ 63x ആ കോൺഗ്രുവൻസിനെ ഒന്ന് ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് സോൾവബിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇത് സോൾവബിൾ ആണെങ്കിൽ GCD ഓഫ് AM, A എന്താണ് 6 ആണ്, A 6 ആണ്, M എന്താണ് 23. സോ GCD ഓഫ് A6 23 1 ആണ്. ആൻഡ് AM GCD ഓഫ് AM എന്ത് ചെയ്യണം, ബിനെ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 1 / 7. 1 7നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഇത് സോൾവബിൾ ആണ്. ആൻഡ് ഇറ്റ് ഹാസ് 1 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻ. അതായത് ഇതിനൊരു യുണീക്ക് സൊല്യൂഷനുള്ളൂ, 1 ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷനാണ് ഉള്ളതെന്ന് കിട്ടിയത്. സോ ആ സൊല്യൂഷൻ ഏതാണെന്ന് നമുക്കറിയണം അല്ലേ. സോ ഒരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ജനറൽ സൊല്യൂഷൻ x = x0 + m/d × t ആണ്. ആൻഡ് x0 എന്താണ്, അവിടെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ. സോ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്ന് കിട്ടണം. സോ നമ്മൾ ലീനിയർ കോൺഗ്രുവൻസ് നമ്മൾ ഇങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇത് ഉപയോഗിച്ചിട്ട് x0 എന്താണെന്ന് കാണണം. സോ നമ്മൾ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് 1, 2, 3, 4 അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ ശരിയാവുന്നില്ല, 1 കൊടുക്കുമ്പോൾ 6, 6 - 7 ശരിയാവില്ല, 2 കൊടുക്കുമ്പോൾ 12, 12 - 7 അപ്പോഴും 23ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടില്ല. അങ്ങനെ നമ്മൾ ട്രയൽ ആൻഡ് എററിൽ ഡിഫറെൻറ്റ് വാല്യൂസ് എക്സിന് 0, 1, 2, 3 എക്സെട്ര കൊടുക്കുമ്പോൾ ശരിയാവുന്നില്ല. നമുക്ക് 5 കൊടുത്തു നോക്കാം. ഓക്കെ, 5 കൊടുക്കുമ്പോൾ 6 × 5 30 ആൻഡ് 30 - 7 എന്താണ് 23. 23 / 23 എന്ന് കിട്ടും അല്ലേ. സോ x0 = 5 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ്.
ബാക്കിയുള്ള സൊല്യൂഷന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി ഇൻറ്റു ടി ആണ്. എക്സ് നോട്ട് എന്താണെന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടി. സോ 5 പ്ലസ് എം ബൈ ഡി. എം എന്തായിരുന്നു? 23. ഡി എന്തായിരുന്നു ഇവിടെ കിട്ടിയത്? ജി സി ഡി ഓഫ് എ എം നമുക്ക് 1 ആണ് കിട്ടിയത്. സോ 23 ഇൻറ്റു ടി. സോ 5 പ്ലസ് 23 ഇൻറ്റു ടി. അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സൊല്യൂഷനും എന്താണ്? 5 പ്ലസ് 23 ഇൻറ്റു ടി എന്നുള്ള ഫോമുലാവും കിടക്കുക. ടി എന്താണ്? ടി ഇസ് എനി ഇൻറ്റീജർ. ഓക്കെ, ഇനി സോ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് 23 ഇൻറ്റു ടി എന്ന് കിട്ടി. പക്ഷെ നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നത് എന്താണ്? ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ മഹാവീരാസ് പസിലിന് സൊല്യൂഷനാണ് കാണുന്നത്. സോ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ നമ്മൾ ലീനിയർ കോൺഫറൻസ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എക്സിൻ്റെ സൊല്യൂഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ വൈയും കൂടി വരുന്നുണ്ട് ഈ ഇക്വേഷനിൽ. സോ വൈൻ്റെ സൊല്യൂഷന് കിട്ടണം. സോ വൈൻ്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ക്യാൻ ഫൈൻഡ് വൈ. സോ അവിടെ 63 ഇൻറ്റു എക്സ്, എക്സിൻ്റെ സ്ഥലത്ത് 5 പ്ലസ് 23 ടി മൈനസ് 23 വൈ ഈക്വൽ ടു -7 കൊടുക്കുക. സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും y ഇസ് ഈക്വൽ ടു 14 പ്ലസ് 63 ടി. സോ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് 23 ടിയും y ഇസ് ഈക്വൽ ടു 14 പ്ലസ് 63 ടിയും. ഇതാണ് മഹാവീരാസ് പസിലിൻ്റെ സൊല്യൂഷൻ.